നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഇന്ന് മകരം 1, മകരവിളക്കാണ്. സന്നിധാനത്ത് വലിയ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. രാവിലെ മകരസംക്രമ പൂജ നടന്നു. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്നത് വൈകിട്ട് 6:15 അങ്ങനെ ശബരിമലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. വലിയ തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ചൂണ്ടിക്കാട്ടാനുള്ളത്, ഇന്ന് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സർക്കാർ വിളിച്ച യോഗം ഇന്ന് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ഓൺലൈനായാണ് യോഗം. പ്രതിപക്ഷ നേതാവും ഉപനേതാവും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും കേന്ദ്രത്തിനെതിരെ യോജിച്ചുള്ള പോരാട്ടത്തിനായിരിക്കും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഭ്യർത്ഥന എന്നതായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അത് കഴിഞ്ഞ് വരുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ പ്രതികരണം വരും മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യും. വിശദമായി നോക്കാം. ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ്. ഇന്ന് മകരവിളക്ക്. തീർത്ഥാടക ലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകരാൻ ഇന്നത്തെ സന്ധ്യയിൽ ശബരിമലയുടെ കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി ഉദിച്ചുയരും. പുലർച്ചെ 2:46 മകരസംക്രമ പൂജയോടെ മകരവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമായി. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ച നെയ്യ് കൊണ്ട് അഭിഷേകം നടത്തി. വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. തുടർന്നാണ് പുണ്യദർശനമായി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. മകരവിളക്കിനോടനുബന്ധിച്ച് രാവിലെ 9 സന്നിധാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസിന് മന്ത്രി ഹരിവരാസന പുരസ്കാരം സമ്മാനിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സജീവ് സി വാര്യരും ഡാൻ കുര്യനും ചേർന്നു. സജീവ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് മകരവിളക്കാണ്. എങ്ങനെയാണ് സന്നിധാനത്തെ ഒരുക്കങ്ങൾ? രാവിലെ മകരസംക്രമ പൂജ നടന്നിട്ടുണ്ട്. 9 മണിക്ക് വീരമണിക്കുള്ള പുരസ്കാരം നൽകുന്നുണ്ട്. വൈകിട്ട് 6:05 ഭക്തർ കാത്തിരിക്കുന്ന പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക. സന്നിധാനത്തെ വിവരങ്ങളിലേക്ക് കടക്കാം സജീവ്. അതെ, വെരി ഗുഡ് മോർണിംഗ് രഞ്ജിനി. വെരി ഗുഡ് മോർണിംഗ്. തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ദർശന പുണ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മണിക്കൂറുകൾ മാത്രമാണ് ഇനിയുള്ളത്. വൈകുന്നേരം 6:40 കൂടിയാണ് തീർത്ഥാടകർ കാത്തിരുന്ന ആ പുണ്യം ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മോടൊപ്പം ഉണ്ട്. ഒരുക്കങ്ങൾ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തത്തിൽ തന്മക്ഷത്തെ മകരവിളക്ക് മഹോത്സവം പൂർവാധികം ഭംഗിയായി നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. മുൻ വർഷത്തെ ക്രമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സഹായത്തിനായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകിച്ചും പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോടുകൂടി മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാഷ്ട്രീയ സാറിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് മുന്നൊരുക്കങ്ങളെക്കുറിച്ച് എപ്പോഴും കൃത്യമായും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം അത് നടത്തി വരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും മെമ്പർമാരും എല്ലാം സ്ഥലത്തെത്തി തന്നെയാണ് എല്ലാം നിയന്ത്രിച്ച് നടക്കുന്നത്. അന്നദാനത്ത് പണ്ടിത്താവളത്തിൽ ഇന്നലെ 14, ഇന്ന് 15, ഇന്ന് രാവിലെയും ഇന്നലെ 3 നേരവും ഇന്ന് രാവിലെ ഉച്ചയ്ക്കും അന്നദാനം പണ്ടിത്താവളത്തിൽ തന്നെ അന്നദാനം വരുന്ന മുഴുവൻ അയ്യപ്പ ഭക്തർക്കും അന്നദാനം കൊടുക്കുന്നുള്ള സജ്ജീകരണം ഏർപ്പെടുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് അത് ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നത്. അത് ഒരുപാട് 10,000 അയ്യപ്പന്മാർക്കത് വളരെ ഉപകാരം ചെയ്യുന്ന. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ തീർത്ഥാടകർ എത്തുന്നു ഇത്തവണ തോന്നുന്നു അല്ലേ?
മുൻവർഷത്തേക്കാൾ അപേക്ഷിച്ച് തീർത്ഥാടകർ കൂടുതൽ വരുന്നൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും കുഞ്ഞു മാളികപ്പുറങ്ങളും പ്രായമുള്ള മാളികപ്പുറങ്ങളും എല്ലാം വളരെയധികം വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ല ഉള്ള സമയമുള്ളൂ ഏതാണ്ട് ആ ഈക്വലായിട്ടുള്ള രീതിയിൽ. കാരണം ഏതാണ്ട് ഒരു 10-ാം തീയതിക്ക് ശേഷം വരുന്ന 12, 10, 11 വന്ന അയ്യപ്പന്മാർ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുക. വിവിധ ഭാഗങ്ങളിലായിട്ട് സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് തമ്പടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ വരുമ്പോൾ ഏതാണ്ട് ഈക്വൽ ആ ഒരു ക്രൗഡ് ഏതാണ്ട് 1 ലക്ഷത്തിനൊക്കെ മേളിൽ അബവ് നല്ല ക്രൗഡാണ് സംഭവം ചെയ്യുന്നത്. അതിനനുസരിച്ച് പോലീസിൻ്റെയും പോലീസിൻ്റെ എണ്ണം കൂട്ടി, എല്ലാ രീതിയിലുള്ള സ്ട്രെങ്ത് കൂട്ടി, ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചു വരുന്നുണ്ട്. കൃത്യമായി അവർക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുന്ന ഒരു സംവിധാനമായിരിക്കും. തീർച്ചയായും തന്വർഷം വരുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും സുഗമമായൊരു മകരജ്യോതി ദർശനം അതിനുള്ള എല്ലാ സജ്ജീകരണവും ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ദർശനം അനുവദിക്കില്ലല്ലോ അല്ലേ? ഇല്ല, ദർശനം അനുവദിക്കില്ല. പിന്നെ മകരജ്യോതി ദർശനത്തിന് ശേഷം ദീപാരാധനയ്ക്ക് തൊഴുത് പിന്നെ ദർശനം ആ രീതിയിലേ ഉണ്ടാവുള്ളൂ. നിയന്ത്രണം എല്ലാ അയ്യപ്പ ഭക്തർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് നമ്മളോട് സംസാരിച്ചത്, കൃഷ്ണകുമാർ. അദ്ദേഹം പറയുന്നത് പ്രധാനമായും എല്ലാ ആളുകൾക്കും സൗകര്യപൂർവ്വം ദർശനം നടത്താനുള്ള, മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ആ തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ന് എത്തുന്ന തീർത്ഥാടകർക്കും സൗകര്യങ്ങളുണ്ടാകും. കഴിഞ്ഞ 4 ദിവസങ്ങളായി ആളുകൾ ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പർണശാലകളിലും ടെന്റുകളും കെട്ടിയാണ് ആളുകൾ ഇവിടെ തങ്ങുന്നത്. അങ്ങനെ 2.5 ലക്ഷത്തോളം പേർ ഇപ്പോഴുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അതിൽ കൂടുതൽ ആളുകൾ സന്നിധാനത്തും പരിസരത്തുമായി തങ്ങാനുള്ള സാധ്യതയുണ്ട്. 10 വ്യൂ പോയിന്റുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സന്നിധാനത്തിന് സമീപം. 10 വ്യൂ പോയിന്റുകൾ. ഒന്ന് ഈ തൊട്ടടുത്ത് നമ്മൾ കാണുന്ന പാണ്ടിപ്പാളയമാണ്. പാണ്ടിത്താവളത്തോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് പാണ്ടിത്താവളത്താണ്. ഏറ്റവും കൂടുതൽ തമിഴ് തീർത്ഥാടകർ വരുന്ന മേഖലയായതുകൊണ്ട് തന്നെയാണ് പാണ്ടിത്താവളം എന്ന പേര് ആ മേഖലയ്ക്ക് വന്നത്. അവിടങ്ങളിൽ നിന്ന് ഒരു പ്രധാന പ്രശ്നം ഈ ഇറങ്ങിപ്പോകുന്ന ആളുകളെ, അതായത് തീർത്ഥാടകർ എത്തുകയും മകരവിളക്ക് ദർശനം കഴിയുകയും ചെയ്ത് വൈകുന്നേരം രാത്രിയോടുകൂടി മടങ്ങുന്ന ആളുകളെ കൃത്യമായി തിരിച്ചുവിടാനുള്ളൊരു സാഹചര്യം പാണ്ടിത്താവളത്തില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനും സാധിക്കില്ല. കാരണം വിവിധ വഴികളിലൂടെ പാണ്ടിത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. ആ വഴിയിൽ തീർത്ഥാടകർ ഇറങ്ങിയാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടായേക്കാം. വലിയ തിരക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം സാധ്യതകൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് നടക്കുന്നത്. പാണ്ടിത്താവളം കഴിഞ്ഞാൽ കൊപ്രക്കളം എന്ന താഴെ ഒരു മേഖലയുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ തിരുമുറ്റത്തിന് താഴെയുള്ള ഭാഗം ഇങ്ങനെ 4 ഇടങ്ങളാണ്. പിന്നീടുള്ള പ്രധാന കാര്യം നമുക്ക് പിന്നിൽ കാണുന്ന മാളികപ്പുറം ആണ്. മാളികപ്പുറത്തിന് സമീപവും സുഗമമായ ദർശനം സാധ്യമാകുന്ന ഇടമാണ്. ഒപ്പം നടപ്പന്തലിന് അറ്റത്തും അതുപോലെ അപ്പാച്ചിമേടും തുടങ്ങിയിട്ടുള്ള മേഖലകളെല്ലാം തന്നെ പതിനായിരക്കണക്കിന് തീർത്ഥാടകർ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയെല്ലാം തന്നെ സൗകര്യപൂർവ്വം ദർശനം നടത്താൻ, സുരക്ഷിതമായി ദർശനം നടത്താനുമുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രത്യേകത. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കർപ്പൂരമൊക്കെ ആയി ആളുകൾ ആരതി ഒഴിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന് വന്ന തീർത്ഥാടകർ, അതുപോലെ കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകരൊക്കെ തന്നെയാണ് കൂടുതലും വലിയ തോതിലുള്ള ആചാരങ്ങളുമായി ഇവിടെ തുടരുന്നത്. പ്രത്യേകിച്ചും വൈകുന്നേരം 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. തിരുവാഭരണം 3 പേടകങ്ങളിലായാണ് എത്തുക. 3 പേടകങ്ങളിൽ കൊണ്ടുവരുന്ന തിരുവാഭരണം ഒരു പേടകത്തിൽ മാത്രമാണ് ആഭരണങ്ങൾ, തങ്കത്തിൽ തീർത്ത ആഭരണങ്ങൾ ഉണ്ടാകുക. ഭഗവാന്റെ ആഭരണങ്ങൾ നേരെ ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. ഒപ്പമുള്ള 2 പേടകങ്ങൾ മാളികപ്പുറത്തേക്ക് മാറ്റും. അതിൽ ആഭരണങ്ങളല്ല, പകരം പാത്രങ്ങളും അതുപോലെ വസ്ത്രങ്ങളുമാണ്. ഇതെല്ലാം തന്നെ പന്തളത്തുനിന്ന് കൊടുത്തുവിടുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതിൻ്റെ ഭാഗമായി അത് മാളികപ്പുറത്തേക്ക് മണിമണ്ഡപത്തിലേക്ക് മാറ്റും. ഈ തിരുവാഭരണങ്ങൾ ചാർത്തി 6:30 ദീപാരാധന നടത്തും. വിശേഷാൽ ദീപാരാധനയാണ്. ദീപാരാധനയ്ക്ക് ശേഷം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മകരജ്യോതി ഈ കിഴക്കൻ ചക്രവാളത്തിൽ തെളിയും. ഏകദേശം ആ ഭാഗത്തായിട്ടാണ്
മകരജ്യോതി തെളിയേണ്ടത്. അതിനൊപ്പം മകരവിളക്കും തെളിയും. വലിയ തോതിലുള്ള ഒരു വിശ്വാസികളുടെ അതുപോലെ തീർത്ഥാടകരുടെ പ്രവാഹമാണ് ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡാൻ കുര്യൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, സുരക്ഷ എത്രമാത്രം പ്രധാനമാണ് എന്ന് പോലീസിന് വ്യക്തമാണ്. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് 2500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ മാത്രം, സന്നിധാനത്ത് മാത്രം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിന്യസിച്ചിരിക്കുന്നത്. ADGPയുടെ നേതൃത്വത്തിലായിരിക്കും സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ. അതോടൊപ്പം തന്നെ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് തിരുവാഭരണ ഘോഷയാത്ര ഇലവുങ്കിൽ പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ തൊട്ട് കൃത്യമായി DIG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ്, ദക്ഷിണ മേഖല DIGയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ നിന്ന് അനുഗമിക്കുന്നുണ്ട് തിരുവാഭരണ ഘോഷയാത്രയെ. അതോടൊപ്പം ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന വഴിയിൽ 6:30 വരെ, വൈകിട്ട് 6:30 വരെ തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക് എത്തുന്ന, അപ്പാച്ചിമേട്ടിലേക്ക് എത്തുന്നതുവരെ ഭക്തർക്ക് ഇവിടേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണമാണ്. അതിനുശേഷം കൃത്യമായ നിയന്ത്രണമുണ്ടാകും. കാരണം അത് അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. എന്തായാലും ആ സമയം കൊണ്ട് ഇന്നലെ രാത്രി മാത്രം ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ തങ്ങിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായ കണക്കിൽ. സ്വാഭാവികമായി ഇന്ന് വൈകുന്നേരം 6:30-കകം അത്രയധികം ആളുകൾ കൂടി ഇവിടേക്ക് എത്തും എന്ന വിലയിരുത്തലാണ് ദേവസ്വം ബോർഡുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയിൽ ഭക്തർ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി സന്നിധാനത്തേക്ക് ഇന്ന് വൈകുന്നേരം 6:30-കകം എത്തിയേക്കും. അത്രയധികം ആളുകൾക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കി സുരക്ഷിതമായി അവർക്ക് മലയിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. DIGമാരുണ്ട്, അതോടൊപ്പം ADGP മേൽനോട്ടം വഹിക്കുന്നു, 5 SP-മാരുണ്ട്. ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഇവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ. 40ഓളം DYSP-മാരെ വിവിധ ഇടങ്ങളിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതലയുടെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിലെല്ലാം SP-മാരുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ പുല്ലുമേട് അടക്കമുള്ള സ്ഥലങ്ങളിൽ, അതായത് നേരത്തെ അപകടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടാണ് ഇത്തവണ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം പാണ്ടിത്താവളത്തിലും അപ്പാച്ചിമേട്ടിലുമൊക്കെ ഇന്നലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഭക്തർ ദേവസ്വം ബോർഡ് ജീവനക്കാരുമായി ഒക്കെ ചെറിയ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ തിരക്ക് കൂടിയത് കൊണ്ടുണ്ടായ പ്രശ്നമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങളൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കാൻ എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവർ കൃത്യമായി നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. വ്യൂ പോയിന്റുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷ ഏത് തരത്തിലാണ്? പ്രത്യേകിച്ചും വ്യൂ പോയിന്റുകൾ വലിയ വിപുലമായിരിക്കുന്നു. പാണ്ടിത്താവളം പോലുള്ള മേഖലകൾ വലിയ തോതിലുള്ള ആളുകൾ തമ്പടിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെയെല്ലാം ഏത് തരത്തിലാണ് സുരക്ഷാ പോലീസ് ഒരുക്കുന്നത്? സജീവ, പർണശാലകൾ കെട്ടിക്കൊണ്ട് 2 ദിവസം മുമ്പ് തന്നെ പാണ്ടിത്താവളത്തും ഒക്കെ ആളുകൾ തടിച്ചുകൂടുന്ന ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ ആയപ്പോഴത്തേക്ക് അവരുടെ എണ്ണം വർദ്ധിച്ചു. സ്വാഭാവികമായി ഈ പാണ്ടിത്താവളത്തിനപ്പുറത്തേക്ക് ഈ സന്നിധാനത്തിൻ്റെ ഒരു ഏതാണ്ട് 500 മീറ്റർ കഴിഞ്ഞങ്ങോട്ട് തുടങ്ങുന്ന വനമേഖലകളിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയാണ് അവർ പർണശാലകൾ കെട്ടി ഇന്നലെ മുതൽ കാത്തിരിക്കുന്നത് ആ ധന്യനിമിഷത്തിന് വേണ്ടി. സ്വാഭാവികമായി ഈ നേരത്തെ ഉണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുല്ലുമേടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇടുക്കി ജില്ലയിൽ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ 3 ഇടങ്ങളിലായിരിക്കും വ്യൂ പോയിന്റുകൾ ഉണ്ടാകുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പുല്ലുമേടും ഒപ്പം തന്നെ പരുന്തുംപാറയുമാണ്. പരുന്തുംപാറയിലും ഇതിനോടകം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് സന്നിധാനത്തും പാണ്ടിത്താവളത്തുമൊക്കെയുള്ള വ്യൂ പോയിന്റുകൾ. എന്തായാലും സന്നിധാനത്ത് സെലക്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം, അതായത് നേരത്തെ പേര് രജിസ്റ്റർ ചെയ്ത VIP ഗണത്തിൽപ്പെട്ട ആളുകൾക്കും ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കും മറ്റ് ജീവനക്കാർക്കും മാത്രമായിരിക്കും, ക്ഷേത്രം ഭാരവാഹികൾക്ക് മാത്രമായിരിക്കും ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വൈകുന്നേരം പ്രവേശിക്കാൻ കഴിയുക. അതിന് അപ്പുറത്തേക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഈ പാണ്ടിത്താവളത്തും അല്ലെങ്കിൽ ഇതിന്റെ സമീപ സ്ഥലങ്ങളിൽ നിന്നും ഈ പുണ്യദർശനം സാധ്യമാകുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പൊങ്കൽ കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായേക്കുമെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ആ കണക്കുകൂട്ടലുകൾ കൃത്യമായിരുന്നു എന്ന് സംശയമുണ്ട്. കാരണം തമിഴ്നാട്ടിൽ നിന്നടക്കം ഇന്നലെ ഉച്ച കഴിഞ്ഞത് മുതൽ നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷത്തിന് മുകളിലേക്ക് ഭക്തർ എത്തിയേക്കും മകരവിളക്ക് ദർശനത്തിനായി എന്നുള്ള കണക്കിൽ ഒരുപക്ഷെ അത്
വീണ്ടും ആ കണക്കുകൾ ആ സംഖ്യ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇക്കുറി കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. പ്രത്യേകിച്ചും മാളികപ്പുറങ്ങളുടെയും മണികണ്ഠന്മാരുടെയും എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനമുണ്ടാകുന്നുണ്ട്. ഒരു തീർത്ഥാടകന്റെ കൂടെ ഒരു കുട്ടി കൂടി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള കണക്കുകളാണ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ കുട്ടികളുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. തിരിച്ചു പോകുമ്പോൾ ആളുകൾക്ക് അപായം വരാതിരിക്കാൻ, ആളുകൾ തമ്മിൽ തിക്കും ഉണ്ടാവാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അത് കൃത്യമായി അവർ ഒരു എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ആസൂത്രിതമായി ഈ എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഈ എക്സിറ്റ് പ്ലാനിൽ അവർ വ്യക്തമാക്കുന്നത് ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം ഇവിടെ നിന്ന് മലയിറങ്ങാൻ ശ്രമിക്കുന്ന മുഴുവൻ ഭക്തരെയും കൂടി ഒരുമിച്ച് ഒരു ഫ്ലോയിൽ അങ്ങ് ഇറക്കി വിടുകയല്ല, കൃത്യമായി ബ്ലോക്ക് ചെയ്ത് അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു ഭാഗം പിന്നിട്ടു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ അടുത്ത ക്യൂവിൽ നിന്ന് ആളുകളെ താഴേക്ക് എത്തിക്കത്തുള്ളൂ. അത്തരത്തിൽ ഈ വാഹനങ്ങളടക്കം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ്. അനാവശ്യമായി ഒരു വാഹനങ്ങളും പമ്പയിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കത്തില്ല. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുമിച്ച് ഇറക്കി വിടുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ബ്ലോക്ക് ചെയ്ത ആളുകളെ പമ്പയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് സജ്ജമാക്കുന്നത്. അതോടൊപ്പം നേരത്തെ സജീവ് സൂചിപ്പിച്ച പോലെ കൊച്ചു മാളികപ്പുറങ്ങളടക്കം ഉള്ളവർ അവർക്ക് വേണ്ടി ഭക്ഷണം അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, വെള്ളം അതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ കൃത്യമായി തന്നെ എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് വലിയ നടപ്പന്തലിലൊക്കെ ഇന്നലെ വലിയ ക്യൂ ആണ് നമ്മൾ പോയ വഴിക്കൊക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടങ്ങളിലൊക്കെ കൃത്യമായി ഉദ്യോഗസ്ഥരും സന്നദ്ധ സേവന പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അധിക സമയം നിൽക്കാതെ അവർക്ക് ദർശനം സാധ്യമാക്കി മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. അപ്പോഴും ഇത്രയധികം ആളുകൾ ഒരു സ്ഥലത്ത് ഈ കൊടുംവനത്തിനുള്ളിൽ ഈ 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ പലയിടങ്ങളിലായി തടിച്ചു കൂടുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഭക്ഷണം, അന്നദാനം മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് അപ്പുറത്തേക്ക് അന്നദാന മണ്ഡപങ്ങൾ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്താണ് ഇവിടേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ കയറാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവിടെയൊക്കെ കൃത്യമായ ആരോഗ്യ വിഭാഗത്തിൻ്റെയൊക്കെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെയൊക്കെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഈ എത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തി ഇവിടെ നിന്ന് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്നാണ് ദേവസ്വം ബോർഡ്. തിരിച്ചു പോകുന്ന ആളുകൾക്ക് KSRTC ബസ്സുകൾ കൂടുതലായി ഏർപ്പെടുത്തുന്ന സംവിധാനമെല്ലാം പറഞ്ഞിരുന്നു. അതെല്ലാം ഇപ്പോൾ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഏത് സമയം മുതലാണ് അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുക? സ്വാഭാവികമായും വൈകിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 7 മണിയോടെ ആയിരിക്കും ഇവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയാകുക. അതായത് ഇവിടെ അവിടെ നിന്ന് പുറപ്പെട്ട ഈ വിശേഷാഭരണങ്ങൾ, തിരുവാഭരണങ്ങൾ, ഈ അയ്യപ്പനെ ചാർത്തിയുള്ള ആരാധനകൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ പൂജകൾക്ക് ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ, മകരജ്യോതി ദർശനം. അതിനുശേഷം വേഗത്തിൽ തന്നെ ഇവിടുന്ന് മലയിറങ്ങാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അധിക സർവീസുകൾ പമ്പയിൽ നിന്ന് എത്തിക്കാം എന്ന ഉറപ്പാണ്, അല്ലെങ്കിൽ പമ്പയിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ് KSRTC വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ എല്ലാ വർഷവും നടക്കുന്നതാണ്. അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഡാൻ പറഞ്ഞതുപോലെ ഏറ്റവും സുഗമമായ രീതിയിൽ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള വെല്ലുവിളി. പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ തമ്പടിക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് ആളുകൾ ഒന്നിച്ചു പോകുമ്പോൾ 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഒന്ന്, ഒരു വിഭാഗം ആളുകൾ മല കയറാൻ തുടങ്ങും. കാരണം 18-ാം പടിയുടെ സമീപത്ത് ആളുകളെത്തും, അവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടാവും, അവർ തൊഴാനായി അകത്തോട്ട് കയറും. അതേസമയം ഒരു കൂട്ടം ആളുകൾ പാണ്ടിത്താവളത്ത് നിന്ന് വലിയ തോതിലുള്ള ആളുകൾ താഴേക്ക് ഇറങ്ങും, പമ്പയിലേക്കും പുല്ലുമേട്ടിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതേസമയം ചിലർ നേരത്തെ തന്നെ തങ്ങിയ ആളുകളുണ്ട്, അവർ ഇരുമുടിക്കെട്ടുമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഏത് തരത്തിലാണ് അവരെ നിയന്ത്രിക്കേണ്ടത്, ഏത് തരത്തിലാണ് അവരെ കയറ്റിവിടേണ്ടത്, ഏത് തരത്തിലാണ് അവർക്കുള്ള ദർശനം ഒരുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസും ദേവസ്വം അധികൃതരും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമെല്ലാം പദ്ധതി ഇട്ടിരിക്കുന്നത്. അതുപ്രകാരമുള്ള ഒരു നീക്കമായിരിക്കും വൈകുന്നേരം ഉണ്ടാകുക. അതുവരെ ഇന്ന് 11:30 കൂടി പമ്പയിൽ നിന്ന് മല കയറുന്നത് അവസാനിപ്പിക്കും, പിന്നീട് തീർത്ഥാടകരെ അനുവദിക്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പിന്നീട് തീർത്ഥാടകരുടെ പ്രവാഹം ഉണ്ടാകില്ല. 5 മണിക്ക് നട തുറന്നാലും, വൈകിട്ട് 5 മണിക്ക് നട തുറന്നാലും ദർശനത്തിന് അനുമതി ഉണ്ടാകില്ല. മകരജ്യോതി ദർശനത്തിന് ശേഷമായിരിക്കും തീർത്ഥാടകരെ ദർശനത്തിനായി ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടുക. ആ സമയത്ത് ഉണ്ടാകുന്ന തിരക്ക് ഒഴിവാക്കാനുള്ള നടപടികൾ കൂടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രഞ്ജിനി. സജീവ, ഇതിലിപ്പോൾ സജീവം ഡാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയായിരുന്നു. പ്രത്യേകിച്ചും എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്, ഏതൊക്കെ വ്യൂ പോയിന്റിലാണ് വിശ്വാസികൾക്ക് മകരവിളക്ക് ദർശനത്തിനായി സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്, സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. സജീവ്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു വന്നതുപോലെ
ആളുകൾ നിരവധിയായി ഈ മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്തേക്ക് എത്തുന്നു. പ്രത്യേകിച്ചും അവിടെ എത്തുന്ന ആളുകൾ ഒരാഴ്ചക്കാലത്തോളം അവിടെ പർണശാലകളൊക്കെ കെട്ടി അവിടെ താമസിക്കുന്നു. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മലയിറങ്ങാൻ വേണ്ടിയാണ് അവർ എത്തുന്നത് തന്നെ. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ നിർദ്ദേശമുണ്ടായിരുന്നു, മകരവിളക്ക് കഴിഞ്ഞ് നടയടക്കില്ല, 20-ാം തീയതി വരെ നട തുറന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പക്ഷം കേരളത്തിൽ നിന്നുള്ള ആളുകളെങ്കിലും സന്നിധാനത്തേക്ക് വരുന്നത് ഈ സമയം ഒഴിവാക്കി മകരവിളക്ക് ദർശനത്തിന് ശേഷം സന്നിധാനത്തേക്ക് എത്തുന്ന രീതിയിൽ അവരുടെ യാത്ര ക്രമീകരിക്കണം എന്ന ഉള്ള നിർദ്ദേശം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള ആളുകളുടെ ഒരു വരവ് ഈ ഒരു സമയത്ത് എങ്ങനെയാണ്? അവിടെ വന്ന് പർണശാലകൾ കെട്ടി താമസിക്കുന്നതിനപ്പുറം ഇപ്പോൾ ഈ ഇന്നലെയും ഇന്നുമൊക്കെയായി സന്നിധാനത്തേക്ക് എത്തുന്ന ആളുകളുടെ ഒരു കണക്ക് എങ്ങനെയാണ്? പ്രത്യേകിച്ചും ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രമാണല്ലോ ഇപ്പോഴുള്ളത്. രഞ്ജിനി, വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്നലെ 50,000-ഉം ഇന്ന് 40,000-ഉമായാണ് നിജപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്നലെ മല കയറിയ ആളുകളുടെ എണ്ണം പരിശോധിച്ചാൽ 80,000-ന് മുകളിലാണ്. പ്രത്യേകിച്ചും അത് 18-ാം പടി ചവിട്ടിയ ആളുകളുടെ എണ്ണം മാത്രമാണ്. അത് ശബരിമലയിലേക്ക് എത്തിയ, സന്നിധാനത്തേക്ക് എത്തിയ ആളുകളുടെ കണക്ക് എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം ഒട്ടേറെ പേരാണ് ഇന്നലെയും മിനിയാന്നുമായി ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്തെത്തിയത്. അവർ ദർശനം പൂർത്തിയാക്കിയാൽ ഇരുമുടിക്കെട്ട് അഴിച്ച് നെയ്യഭിഷേകം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളിലേക്ക് മാറും. എന്നാൽ അത്തരത്തിൽ ഇരുമുടിക്കെട്ടുമായി 18-ാം പടി കയറാതെ തീർത്ഥാടകർ ഇവിടെ തന്നെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും തിരുവാഭരണം ചാർത്തിയതിന് ശേഷമുള്ള ഒരു ദർശനം സാധ്യമാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആയിരക്കണക്കിന് ആളുകളാണ് സന്നിധാനത്ത് തുടരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ പുണ്യമാണ്, ജന്മപുണ്യമായി അതിനെ കാണുന്നുമുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ തുടരുന്നത്. പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ എങ്ങനെയും ദർശനം സാധ്യമാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവരെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മകരജ്യോതി ദർശനത്തിന് ശേഷം ദർശനത്തിനായി ക്ഷേത്രത്തിനകത്തേക്ക് കടക്കും. അവരുടെ ഒരു തിരക്ക് ഇന്ന് തുടരുകയും ചെയ്യും. അതേസമയം ദിവസങ്ങളായി ഇവിടെ തങ്ങിയിരിക്കുന്ന തീർത്ഥാടകരുണ്ട്. അവർ പർണശാലകൾ കെട്ടിയും അതുപോലെ ടെന്റുകൾ കെട്ടിയും എല്ലാം താമസിക്കുന്നു. അതുപോലെ വിരിവെച്ച് പല സ്ഥലങ്ങളിലും ടെന്റുകൾ കെട്ടാൻ സാധിക്കുന്നില്ല. കാടിനകത്തേക്ക് പോയ ആളുകളെ പോലീസും ഫോറസ്റ്റും തിരിച്ചുവിടുന്നുണ്ട്. അവർക്ക് പിന്നീട് വിരിവെക്കാനുള്ള സ്ഥലങ്ങൾ അവർ കണ്ടെത്തി അവിടെ വിരിവെക്കുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ 10,000-കണക്കിന് ആളുകൾ തങ്ങുന്നു. അവർ വൈകുന്നേരം മകരജ്യോതി ദർശനത്തിന് ശേഷം മടങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇവർക്കെല്ലാം തന്നെ സൗകര്യമൊരുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. സ്വാഭാവികമായും ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികവുമാണ്. പ്രത്യേകിച്ചും 5 ലക്ഷത്തോളം പേരാണ് ഇപ്പോഴത്തെ കണക്കിൽ ഇന്ന് വൈകിട്ട് മകരവിളക്ക് ദർശനത്തിനായി വിവിധ ഭാഗങ്ങളിലായി ഉണ്ടാകുക. വ്യൂ പോയിന്റുകൾ പ്രധാനം പാണ്ടിത്താവളമാണ്. പാണ്ടിത്താവളം എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നതിന് നേരെ മുകളിലായി കാണുന്ന മേഖലയാണ്. അവിടെ നിന്ന് ഏറ്റവും സുഗമമായ രീതിയിലുള്ള ദർശനം സാധ്യമാകും. അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തിരുമുറ്റത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, ഏറ്റവും കുറഞ്ഞ ആളുകളാണെങ്കിലും ഏറ്റവും സുഗമമായ ദർശനം സാധ്യമാകുന്ന ഒരു മേഖല. ഇവിടേക്ക് നിയന്ത്രിതമായ രീതിയിലാണ് ആളുകളെ കടത്തിവിടുക. പ്രത്യേകിച്ചും ദേവസ്വം അധികൃതർ, അതുപോലെ VIP ആയിട്ടുള്ള സന്ദർശകർ, ഇത്തരം ആളുകളാണ് എത്താനുള്ളത്. പിന്നീട് മറ്റ് വിവിധയിടങ്ങളിലായി 10 കേന്ദ്രങ്ങളുണ്ട്. ഇടുക്കി ജില്ലയിൽ 3 കേന്ദ്രങ്ങളിൽ ഉണ്ട്. ഇവിടങ്ങളിലെല്ലാമായി ദർശനം സാധ്യമാകുകയും ചെയ്യും. എന്തായാലും സുരക്ഷിതമായും സുഗമമായും ദർശനം സാധ്യമാക്കുന്ന നടപടികളാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് തയ്യാറാക്കി ഇരിക്കുന്നത്. യെസ്, അതാണ് സജീവ് സൂചിപ്പിച്ച പോലെ വളരെ വിപുലമായ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡായാലും പോലീസായാലും മകരജ്യോതി ദർശനത്തിനായി ഭക്തർക്കായി അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിരിക്കുന്നു. മകരസംക്രമ പൂജ രാവിലെ പുലർച്ചെ നടന്നിരിക്കുന്നു. ഇനി 6:15-നാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്ക് കടക്കാം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കും. ഓൺലൈനായാണ് യോഗം ചേരുക. സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുന്ന കേന്ദ്ര നടപടികളിൽ ഉൾപ്പെടെ യോജിച്ചുള്ള പോരാട്ടങ്ങൾക്ക് തയ്യാറാകണമെന്നാകും സർക്കാരിന്റെ അഭ്യർത്ഥന. കേന്ദ്രത്തിനെതിരെ നിലപാടെടുക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ വീഴ്ചകളും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടും. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച ലത്തീൻ കത്തോലിക്ക സഭ. കേരള സർക്കാർ എല്ലാവരുടേതായി തോന്നുന്നില്ല എന്ന് KRLCC പ്രസിഡന്റ് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു. പ്രധാനമന്ത്രി ക്രൈസ്തവ പുരോഹിതർക്ക് നൽകുന്ന ക്രിസ്മസ് വിരുന്ന് സൗഹൃദ യോഗമാണ്. വിരുന്നുകളിൽ ആശങ്ക അറിയിക്കുന്നത് അനുചിതമാണെന്നും ബിഷപ്പ് പറഞ്ഞു. എല്ലാവരുടെയും സർക്കാരായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യങ്ങൾ
എല്ലാം അതുപോലെ നടന്നു പോകുന്നില്ല. ഒരു അസംതൃപ്തി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭരണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വിരുന്നിനൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അതൊരു സൗഹൃദ മീറ്റിംഗ് ആണ്. ആ സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. നേരത്തെ തീരുമാനിച്ച പരിപാടികൾക്ക് പുറമെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും നരേന്ദ്രമോദി സന്ദർശിക്കും. നാളെ വൈകിട്ട് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി 6 മണിക്ക് നഗരത്തിൽ റോഡ് ഷോ നടത്തും. കൊച്ചി ഷിപ്പ്യാർഡിന്റെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന വില്ലിംഗ്ടൺ ഐലൻഡിലെ വേദി, BJP ശക്തി കേന്ദ്ര ഇൻചാർജർമാരുടെ യോഗസ്ഥലമായ മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിലും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി. SPG ഉദ്യോഗസ്ഥരും പരിശോധനകൾ നടത്തും. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. 2 ദിവസത്തെ സന്ദർശനം. നാളെ കൊച്ചിയിൽ റോഡ് ഷോയുണ്ട്. BJP പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും? രഞ്ജിനെ, 2 ദിവസത്തെ സന്ദർശനത്തിൽ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്ത സ്വഭാവം പ്രകടമാവുന്നത് റോഡ് ഷോയിലും അതോടൊപ്പം തന്നെ BJP ഇതിന് ഇൻചാർജുമാരുടെ ശക്തി കേന്ദ്ര യോഗത്തിലുമാണ്. അതിൽ റോഡ് ഷോയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ, ഏതാണ്ട് 50,000-ഓളം പ്രവർത്തകരെ എത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. 1 കിലോമീറ്റർ ദൂരമാണ് ഇതിൽ ഈ റോഡ് ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി വാഹനത്തിലായിരിക്കും റോഡ് ഷോയിൽ പങ്കെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കൊച്ചിയിലെത്തിയപ്പോഴെല്ലാം അദ്ദേഹം തേവരയിൽ അന്ന് സംഗമം നടന്നപ്പോൾ അദ്ദേഹം റോഡിലിറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നാളെ അദ്ദേഹം എത്തുമ്പോഴേക്കും ഇപ്പോൾ വിഭാവനം ചെയ്തതനുസരിച്ച് നെടുമ്പാശ്ശേരിയിൽ വൈകിട്ട് 5 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വിമാനമെത്തും. അതിനുശേഷം അവിടുന്ന് റോഡ് മാർഗം MG റോഡ് വഴി എത്തി എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് അവിടെ ആ ഭാഗത്ത് വെച്ച് അദ്ദേഹം ഇറങ്ങും. അതിനുശേഷം പ്രത്യേക വാഹനത്തിൽ മറ്റ് നേതാക്കൾക്കൊപ്പം അദ്ദേഹം റോഡ് ഷോയിലേക്ക് നീങ്ങും. അവിടെ മുതൽ എറണാകുളം ഗസ്റ്റ് ഹൗസ് വരെ, എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് ഇക്കുറി അദ്ദേഹം തങ്ങുന്നത്. അപ്പോൾ ഈ 1 കിലോമീറ്റർ ദൂരമായിരിക്കും റോഡ് ഷോയിലേക്ക് വേണ്ടി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഈ 1 കിലോമീറ്റർ ദൂരത്തിൽ ഇരുവശത്തുമായിട്ട് ഏതാണ്ട് 50,000-ഓളം പ്രവർത്തകരെ അണിനിരത്തുമെന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. ഇവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി കടന്നു പോവുക. പ്രവർത്തകരിലേക്ക് കൂടുതൽ ആവേശമെത്തിക്കുക, ഒപ്പം തന്നെയും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ആർജിതമായ ഒരു ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക. പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ BJP നടക്കുമ്പോൾ പ്രധാനമന്ത്രി വളരെ അടുത്ത ദിവസങ്ങളിലാണ് ഇപ്പോൾ തൃശ്ശൂർ സന്ദർശിച്ചു, പിന്നീട് കൊച്ചിയിലേക്കും എത്തുന്നു. അപ്പോൾ വലിയ രീതിയിൽ പ്രവർത്തകരിൽ ഒരു ആവേശമുണ്ടാക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് BJPയും പൊതുവിലും വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ആവേശം ഒരേപോലെ തന്നെ നിലനിർത്തുക എന്ന ലക്ഷ്യം കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ റോഡ് ഷോ അടക്കം വരിക. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ പരിശോധനകൾ കഴിഞ്ഞു. SPG സംഘം കൂടുതലായിട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. അന്ന് റോഡ് ഷോയ്ക്ക് ശേഷം പിന്നീട് മറ്റ് പൊതുപരിപാടികളോ കാര്യങ്ങളോ ഒന്നും ക്രമപ്പെടുത്തിയിട്ടില്ല. പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം തൃശ്ശൂർക്ക് ഹെലികോപ്റ്റർ വഴി തൃശ്ശൂരിലേക്ക് എത്തും. അവിടെ നമുക്കറിയാവുന്നതുപോലെ നടനും BJP അംഗവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ അറിയാൻ കഴിഞ്ഞ ഇന്നലെ ഷെഡ്യൂളിലേക്ക് വന്നിരിക്കുന്ന മറ്റൊരു പരിപാടി എന്ന് പറയുന്നത് തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുക എന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര സന്ദർശനവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ പോലീസ് അടക്കം അവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തു. ഇതിനുശേഷമായിരിക്കും വീണ്ടും കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചിയിലെത്തുമ്പോൾ കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ അതിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അതിൽ വളരെ സുപ്രധാനമായ 2 പദ്ധതികളാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്തുന്നുണ്ട്. അതിന് ഒന്നുകൂടി മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള ഡ്രൈ ഡോക്കിൻ്റെയും അതോടൊപ്പം തന്നെ ഈ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു പദ്ധതിയുടെയുമാണ്. കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാൻ കഴിയുന്ന വലിയ രീതിയിലുള്ളൊരു ഡോക്കിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പിന്നീട് BJP ശക്തി കേന്ദ്ര ഏജന്റുമാരുടെ സമ്മേളനത്തിലും അദ്ദേഹം സംബന്ധിക്കുകയും ചെയ്യും. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും കൊച്ചിയിൽ പൂർത്തിയാവുകയാണ്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തുന്നു. അതിനു മുന്നോടിയായുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും വിശദീകരിക്കുകയായിരുന്നു ഡാനി പോൾ.
മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര രണ്ടാം ദിനത്തിൽ മണിപ്പൂരിലെ സംഘർഷ മേഖലയിലൂടെയാണ് ഇന്നത്തെ യാത്ര. കാൽനടയായും ബസ്സിലുമാണ് യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാന കേന്ദ്രങ്ങളിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും. യാത്ര വൈകിട്ട് നാഗാലാൻഡിൽ പ്രവേശിക്കും. മണിപ്പൂരിൽ നഷ്ടപ്പെട്ട സമാധാനവും സാഹോദര്യവും തിരിച്ചുപിടിക്കുന്നു എന്ന് ഇന്നലെ യാത്രയ്ക്ക് തുടക്കമിട്ട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. ഇടവേള. അൽ മുക്താദിർ ജ്വല്ലറി. പ്രഭാതകേരളത്തിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ അയോധ്യ ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അയോധ്യയിലെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിശ്വാസികൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രഞ്ജിത്ത്, എന്താണ് സാഹചര്യം? ഇനി 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ ഒഴുക്ക് ഭക്തരുടെ അങ്ങോട്ടേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം ഇങ്ങനെ അടുക്കും തോറും അയോധ്യയിൽ എന്താണ് സാഹചര്യം? അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഇനി 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ളതാണ്. 7 ദിവസത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ നാളെയാണ്. ഇതുമായി ബന്ധപ്പെട്ട പൂജാകർമ്മങ്ങൾ ആരംഭിക്കുക. 16 മുതൽ 22 വരെ ഈ പൂജാകർമ്മങ്ങൾ നീണ്ടു നിൽക്കും. അത് പ്രധാനപ്പെട്ട മുനിമാർ, സ്വാമിമാർ പങ്കെടുക്കുന്ന പൂജാകർമ്മങ്ങളാണ് അയോധ്യയിൽ നടക്കുക. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും അയോധ്യയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടുത്തെ ഓരോ മണ്ണും മനസ്സും ഇവിടുത്തെ പ്രാൺ പ്രതിഷ്ഠയ്ക്കൊപ്പമാണ്. ഇതിന്റെ എല്ലാ മേഖലകളും, അയോധ്യയുടെ ഓരോ മേഖലകളിലും വലിയ തയ്യാറെടുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ദൃശ്യങ്ങളിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. സരയൂ നദിയുടെ തീരത്തടക്കം വലിയ തയ്യാറെടുപ്പുകളുണ്ട്. സ്വാമിമാരുടെ വലിയ വരവുണ്ട്. ഏതാണ്ട് 21,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന, സ്വാമിമാർ പങ്കെടുക്കുന്ന മഹായാഗത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. അവിടെ വേദമന്ത്രങ്ങൾ ഉരുവിടും, രാമായണ ശീലുകൾ അവിടെ ഉരുവിടും. നാളെ മുതൽ ഇതിന്റെ ഒരു വല്ലാത്തൊരു ആംബിയൻസിലായിരിക്കും അയോധ്യ നഗരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വ്രതാനുഷ്ഠാനം ആരംഭിച്ചു എന്ന് പറഞ്ഞിരുന്നു. യോഗി ആദിത്യനാഥ് ഇന്നലെ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാം മന്ദിറിലെത്തി അദ്ദേഹം ദർശനം നടത്തി മടങ്ങി. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. നമുക്കറിയാം, ഒരേ ഒരു മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് യോഗി മാത്രമാണ്. മറ്റ് വിശിഷ്ടാതിഥികളായി ക്ഷണിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്. അതിൽ അനിൽ അംബാനി, മുകേഷ് അംബാനി അടക്കമുള്ള വ്യവസായ പ്രമുഖരുണ്ട്. മാതാ അമൃതാനന്ദമയി, ഒപ്പം ദലൈലാമയെ പോലെയുള്ള ആത്മീയ ആചാര്യന്മാരുണ്ട്. സച്ചിൻ തെണ്ടുൽക്കറെ പോലെയുള്ള കായിക താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങളുണ്ട്. മോഹൻലാലിനെ പോലെയുള്ള, അമിതാഭ് ബച്ചനെ പോലെയുള്ള സിനിമാ താരങ്ങളുണ്ട്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരിക്കും 22-ന് ഇവിടെ പ്രവേശനം. സാധാരണക്കാർക്ക് ഇവിടേക്ക് എത്താനാവുക 23 മുതലാണ്. 23 മുതൽ ഈ പൂജാകർമ്മങ്ങൾ അവസാനിച്ച ശേഷം 23 മുതൽ ഇവിടെ മറ്റു ചില മകരപൂജകൾ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ രീതിയിൽ വലിയ തോതിലുള്ള ഒരുപാട് പൂജാകർമ്മങ്ങളിലൂടെ ആകും ഈ ഇവിടെ കടന്നു പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ കനത്ത മഞ്ഞുണ്ട് ഇവിടെ, വലിയ തണുപ്പുണ്ട്. അത്തരത്തിലുള്ള കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷെ അപ്പോഴും ഭക്തരുടെ ഇങ്ങോട്ടേക്കുള്ള വരവിന്, രാമഭക്തരുടെ ഇങ്ങോട്ടേക്കുള്ള വരവിന് യാതൊരു കുറവുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, വിവിധ നേപ്പാൾ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടുത്തെ കാര്യങ്ങൾ ഇതിൽ രാമനെ കണ്ട് മടങ്ങുന്നു. തൊട്ടടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീരാമക്ഷേത്രം തൊട്ടടുത്താണ് ഹനുമാൻ ക്ഷേത്രം. ശ്രീരാമനെ കാണുമ്പോൾ സ്വാഭാവികമായും ഹനുമാനെ കൂടി കണ്ടു വണങ്ങണം എന്നുള്ളതാണ്. കാരണം ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും സന്തത സഹചാരിയാണ് ഹനുമാൻ. ഹനുമാനെ കൂടി കണ്ട് മടങ്ങുന്ന ആളുകളെയും നമുക്കിവിടെ കാണാം. ഹനുമാൻ ക്ഷേത്രത്തിലും വലിയ പ്രാധാന്യമുണ്ട്. അവിടേക്കും ആളുകൾ എത്തുന്നുണ്ട്. വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ വലുതാണ്. ഓരോ ദിവസം കഴിയുന്തോറും സുരക്ഷ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ തണുപ്പിലും മഞ്ഞിലും മഴയത്തുമൊക്കെ ശ്രീരാമസ്വാമിയെ കണ്ട് മടങ്ങുന്ന നിരവധി ആളുകളുടെ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. നമുക്കറിയാം, തയ്യാറെടുപ്പുകൾ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ചുറ്റുപാടും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്ന കാഴ്ചയുണ്ട്. ഈ നിർമ്മാണങ്ങളൊന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ ഇപ്പോഴും നിർമ്മാണങ്ങൾ ഈ രാവിലെ സമയത്തും തുടരുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ 2-3 വർഷം കൂടി കഴിയും അയോധ്യ ഇപ്പോൾ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്ന
ഒരു പൂർണ്ണ രൂപത്തിലെത്താൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഇതൊരു രാമക്ഷേത്രത്തിന്റെ ഒരു ഭാഗം മാത്രം ആ നിർമ്മാണം പൂർത്തിയാവുകയും തുടർന്ന് ഇതിന്റെ ഉദ്ഘാടനം പ്രതിഷ്ഠ നടക്കുകയുമാണ്. പക്ഷെ പ്രതിഷ്ഠയ്ക്ക് ശേഷമാകും ഒരുപക്ഷെ അയോധ്യയുടെ മുഖച്ഛായ മാറുക എന്നുള്ളതാണ്. അതിനുശേഷം ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് കടന്നു വരാം. ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, കടന്നു വരുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ പുതിയ ഹോട്ടലുകൾ വരുന്നു, താമസ സൗകര്യങ്ങൾ വരുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം അതിനുശേഷം ഈ ട്രെയിൻ ഗതാഗതം അതിനുള്ള സംവിധാനം അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ വലിയതോതിൽ ഒരുക്കി കഴിഞ്ഞു. റെയിൽവേ ആകട്ടെ ഒരുപാട് സർവീസുകൾ അയോധ്യയിലേക്ക് ആരംഭിക്കുന്നു. ഇവിടുത്തെ എയർപോർട്ട് എയർ സ്ട്രിപ്പ് ആയിരുന്നത് അന്താരാഷ്ട്ര വിമാനത്താവളമായി മാറിക്കഴിഞ്ഞു. വിമാന കമ്പനികൾ ഇവിടേക്ക് സർവീസ് നടത്തുന്നു. അങ്ങനെ ലോകത്തിന്റെ ശ്രദ്ധ അയോധ്യയിലേക്ക് വരുമ്പോൾ, അയോധ്യയിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടി അധികാരികൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ വലുതായ ഒന്നാണ്. അത്തരത്തിൽ വലിയ മാറ്റം അവർ പ്രതീക്ഷിക്കുന്നു. തദ്ദേശീയമായും ആളുകൾ വലിയ തരത്തിലുള്ള വികാര പ്രകടനത്തിലുണ്ട്. അവർക്കും അവരുടെ നഗരം മാറുന്ന ഒരു പശ്ചാത്തലം അവരെ സന്തോഷിപ്പിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഈ ഓരോ ദിവസവും ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസവും മാറ്റങ്ങളാണ് അയോധ്യയിൽ സംഭവിക്കുന്നത്. ഓരോ ദിവസവും ഭക്തരുടെ എണ്ണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, കൂടുന്നു. ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഈ ട്രസ്റ്റിനും അധികാരികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. അങ്ങനെ ഏതായാലും പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അയോധ്യയിൽ പൂർത്തിയാകുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുന്നു. വലിയ തോതിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി മാറുകയും ചെയ്തു. അയോധ്യയിൽ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠയുടെ മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് നാളെ തുടക്കമാകും. അയോധ്യാപുരിയിലേക്ക് എത്തുന്ന എല്ലാവരുടെയും സുരക്ഷയടക്കമുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കിയായിരിക്കും രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റും ഉത്തർപ്രദേശ് സർക്കാരും നടപടികൾ സ്വീകരിക്കുന്നത്. 10,000 CCTV ക്യാമറകളാണ് അയോധ്യ നഗരത്തിൽ മാത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ കാത്തിരിക്കുന്ന അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ തുടങ്ങാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ചൊവ്വാഴ്ച പ്രതിഷ്ഠാ ചടങ്ങിന്റെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇനി അയോധ്യയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരിക്കും. ചടങ്ങുകൾക്ക് സാക്ഷിയാകാനും പ്രാൺ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാനും ക്ഷേത്ര ദർശിക്കാനുമുള്ളവരുടെ തിരക്കായിരിക്കും ഇനി. അയോധ്യാപുരിയിലെ നിരത്തുകൾ ജനസാഗരമാകും. അയോധ്യയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തിരക്കിലാണ് ഉത്തർപ്രദേശ് സർക്കാർ സംവിധാനങ്ങൾ. നഗരത്തിൽ 10,000 പുതിയ CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠാ ദിനത്തിന് മുമ്പ് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടങ്ങും. അനധികൃതമായി ഡ്രോൺ പറത്തുന്നതിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അയോധ്യയ്ക്ക് മുകളിൽ സുരക്ഷാ സേനകളുടേതല്ലാത്തതും അനധികൃതവുമായ ഡ്രോണുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ തകർക്കും. അതിനായി ആന്റി ഡ്രോൺ സിസ്റ്റവും സ്ഥാപിച്ചു കഴിഞ്ഞു. രാമക്ഷേത്രത്തിലേക്കുള്ള താഴ് അലിഗഡിലെ ഹാരിസൺ ലോക്സ് ആണ് നൽകുക. 50 കിലോ ഭാരമുള്ള താഴാണ് ഇവർ നൽകുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള താഴുകൾ നൽകിയതിലൂടെ ഹാരിസൺ ലോക്സ് വലിയ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണെന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഉമാങ് മോങ്ക പറഞ്ഞു. അലിഗഡ് MP സതീഷ് ഗൗതം മുഖേനയാണ് ഹാരിസൺ ലോക്സ് താഴുകൾ അയോധ്യ രാമക്ഷേത്രത്തിന് സമ്മാനിച്ചത്. 6 ജോലിക്കാർ 6 മാസത്തോളം പ്രയത്നിച്ചാണ് 50 കിലോ തൂക്കത്തിൽ ഈയവും ഇരുമ്പും ഉപയോഗിച്ച് ഈ താഴ് നിർമ്മിച്ചത്. താക്കോലിന് 2 കിലോയാണ് ഭാരം. ഇന്ത്യയിൽ മാത്രമല്ല രാമക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷമാക്കുന്നത്. മൗറീഷ്യസ് സർക്കാരും രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രൗഢമാക്കാനുള്ള ശ്രമത്തിലാണ്. പ്രാൺ പ്രതിഷ്ഠ നടക്കുന്ന ജനുവരി 22-ന് പ്രതിഷ്ഠാ സമയത്ത് 2 മണിക്കൂർ മൗറീഷ്യസിലെ സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകി. ചടങ്ങ് ടെലിവിഷനിൽ കാണാനും മൗറീഷ്യസിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനുമാണ് അവധി നൽകുന്നത്. അമേരിക്കയിലെ വിശ്വ ഹിന്ദു പരിഷത്തും രാമക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷപൂർണ്ണമാക്കുകയാണ്. അമേരിക്കയിലാകെ രാമക്ഷേത്ര മാതൃകയുടെ 40ഓളം ബിൽബോർഡുകളാണ് ഉയർത്തിയിരിക്കുന്നത്. ടെക്സസ്, ഇലിനോയ്, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ജോർജിയ തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ് കൂടുതൽ ബോർഡുകളും സ്ഥാപിച്ചിരിക്കുന്നത്. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി 11 ദിവസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാന പൂജാകർമ്മങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തുടങ്ങി. നാസിക്കിലെ ഗോദാവരി തീരത്തുള്ള പഞ്ചവടി ശ്രീകല രാം മന്ദിർ സന്ദർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രതിഷ്ഠയുടെ അനുഷ്ഠാന കർമ്മങ്ങൾ തുടങ്ങിയത്. വെറും നിലത്തുറങ്ങുകയും അതിരാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതടക്കമുള്ളവയാണ് അനുഷ്ഠാന കർമ്മങ്ങൾ. സാത്വിക ഭക്ഷണം മാത്രമേ ഈ ദിവസങ്ങളിൽ കഴിക്കൂ, അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം. പുരാണങ്ങളും വേദങ്ങളും വായിക്കുക, ദിവസവും അല്പനേരം മൗനവ്രതം ആചരിക്കുക എന്നിവയും ഈ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുണ്ട്.
കാഞ്ചി കാമകോടി മഠത്തിന്റെ നേതൃത്വത്തിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ കാശി യാഗശാലയിൽ നടക്കുമെന്ന് കാഞ്ചി കാമകോടി മഠാധിപതി വിജേന്ദ്ര സരസ്വതി സ്വാമികൾ അറിയിച്ചു. അതേസമയം സ്ഥാനാരോഹണം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്ന ജ്യോതിഭട്ട് ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. മറ്റു 3 ശങ്കരമഠങ്ങളിലെയും മഠാധിപന്മാർ മറ്റൊരു ദിവസം ക്ഷേത്രം സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായുള്ള അന്നദാനത്തിനായും മറ്റും 20 ടൺ പച്ചക്കറികൾ ഛത്തീസ്ഗഡിൽ നിന്നും അയോധ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. പച്ചക്കറികൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡിൽ നിന്നും 300 ടൺ അരിയും അയോധ്യയിലെത്തിച്ചിരുന്നു. അതേസമയം ഛത്തീസ്ഗഡിൽ നിന്നും ജൂണ അഖാഡയിൽ നിന്നും നാഗസന്യാസിമാരും അയോധ്യയിലേക്ക് തിരിച്ചു. ഉത്തരാഖണ്ഡിലെ പുണ്യ നദികളിൽ നിന്നുള്ള ജലം ശേഖരിച്ചാണ് ഇവർ പുറപ്പെട്ടത്. ഗംഗ, യമുന, മന്ദാകിനി, സരയു, ഭാഗീരഥി, രാംഗംഗ, കാളിഗംഗ, ദൗലിഗംഗ, ത്രിജുഗി നാരായൺ നദികളിലെ ജലമാണ് സന്യാസിമാർ പുണ്യകലശത്തിൽ ശേഖരിച്ച് അയോധ്യയിലെത്തിക്കുക. ചടങ്ങിൽ പങ്കെടുക്കുന്ന അതിഥികൾക്ക് രാമജന്മഭൂമിയിലെ മണ്ണ് സമ്മാനിക്കും. രാമജന്മഭൂമി തീർത്ഥ് ക്ഷേത്ര ട്രസ്റ്റ് ഇവിടെ നിന്ന് ശേഖരിച്ച മണ്ണാണ് പ്രത്യേക ബോക്സുകളിലാക്കി നൽകുക. 10,000 അതിഥികൾക്കാണ് ഇത് സമ്മാനിക്കുക. 2 ബോക്സുകളാണ് ഉണ്ടാകുക. ഒന്നിൽ ലഡുവും തുളസിയുമായിരിക്കും. 2ാമത്തെ ബോക്സിലായിരിക്കും രാമജന്മഭൂമിയിലെ മണ്ണ്. സരയൂ നദിയിലെ പുണ്യജലവും ഇതിനൊപ്പം ഉണ്ടാകും. ഖോരക്പൂർ ഗീതാ പ്രസിൽ അച്ചടിച്ച രാമചരിതമാനസവും അതിഥികൾക്ക് സമ്മാനമായി നൽകുമെന്ന് രാമജന്മഭൂമി തീർത്ഥ് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. രാജ്യത്ത് അയോധ്യ രാമക്ഷേത്രത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുമ്പോഴും ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങ് അത്യന്തം ദൈവികമായും ആഘോഷമായും നടത്താനുള്ള ഒരുക്കത്തിലാണ് തീർത്ഥ് ക്ഷേത്ര ട്രസ്റ്റ്. ആഘോഷത്തിലാണ് അയോധ്യ. എങ്ങും രാമമന്ത്രങ്ങളെ കേൾക്കാനുള്ളൂ. ബസ്സുകളിലും ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം പ്രാൺ പ്രതിഷ്ഠ പ്രമാണിച്ച് രാം ഭജനുകൾ വയ്ക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജനുവരി 22 അടുക്കുംതോറും വലിയ ഒരുക്കങ്ങളാണ് അയോധ്യയിൽ നടക്കുന്നത്. രാം മന്ദിർ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം ആഘോഷമാക്കുകയാണ് അയോധ്യ നിവാസികളും ഉത്തർപ്രദേശ് സർക്കാരും. അതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ സർക്കാർ ബസ്സുകൾ ഇപ്പോൾ രാമഭജനുകളാൽ മുഖരിതമാണ്. ബസ് സ്റ്റാൻഡുകളിൽ ബസ് കാത്തുനിൽക്കുന്നവർക്കും കേൾക്കാനാവുക ഇമ്പമാർന്ന രാമഭജനുകൾ തന്നെ. ബസ് സ്റ്റാൻഡുകളിൽ അനൗൺസ്മെന്റിനുള്ള ഉച്ചഭാഷിണികളിൽ അറിയിപ്പ് നൽകാത്ത സമയങ്ങളിൽ രാമഭജനുകൾ പ്ലേ ചെയ്യണം എന്നാണ് ഉത്തർപ്രദേശ് ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മിർസാപൂർ ഗതാഗത വകുപ്പ് ഓഫീസാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 22 അയോധ്യയിലേക്ക് പോകുന്നവർക്കായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരും രാമഭജനുകൾ ആലപിക്കുന്ന കാഴ്ചയും കാണാം. 22 तारीख विशेष दिन है जिसमें रामचंद्र जी की प्राण प्रतिष्ठा हो रही है, तो मिर्जापुर से भी जो लोग जहाँ जाने के इच्छुक होंगे तो उनके लिए हम लोग अपनी बसों की व्यवस्था करी. यूरो 6 की बसें लगाई जा रही हैं आवश्यकता अनुसार. जैसे जैसे लोग आएंगे, यात्री आएंगे, उनके लिए व्यवस्था है कि बसें उपलब्ध हैं. यूरो 6 की बसें उपलब्ध हैं. और जैसा कि शासन की मंशा है तो सब में रामधुन बजाई जा रही है. और भी गाड़ियों में भी रामधुन है. हमारे स्टेशनों पर सजावट भी की जाएगी, झालर वगैरह भी लगाई जाएंगी, बसों से सजावटें होंगी. तो ये सब हम लोग पूरे तरह से लगे हुए हैं. പ്രാൺ പ്രതിഷ്ഠാ ദിനമായ 22-ാം തീയതി മിർസാപൂരിൽ നിന്ന് അയോധ്യയിലേക്ക് നേരിട്ടുള്ള കൂടുതൽ ബസ് സർവീസുകൾ നടത്തും. ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് അയോധ്യ എന്ന ക്ഷേത്ര നഗരി തയ്യാറെടുക്കുന്നത്. അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ദ്രുതഗതിയിലാണ്. അയോധ്യ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ്. പുതിയ എയർപോർട്ട്, നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ, രാമഭക്തരായ തീർത്ഥാടകരുടെ വരവ് പ്രതീക്ഷിതത്തിലും അധികമാണ്. സരയുവിലെ ഷിക്കാര ബോട്ട് സഞ്ചാരികളിലും അഭൂതപൂർവമായ വർധനവാണ്. സരയൂ നദിയിൽ മാത്രം 300ഓളം ഷിക്കാര ബോട്ടുകളുണ്ട്. പുണ്യത തേടിയെത്തുന്നവർ ബോട്ടിൽ കയറി പ്രധാന സ്ഥലങ്ങളും കണ്ടാണ് മടങ്ങുക.
एक बोर्ड में जैसे राउंड का फायदा, मतलब छोटा राउंड जाएंगे तो 60 रुपया 1 मेंबर, ओनली बड़ा घाट बड़ा राउंड तो 1 मेंबर 120। तो बड़े राउंड में आपको आरती घाट, लक्ष्मण किला, उसके बाद घुमा के पीछे राम घाट, तुलसी घाट, मतलब पीछे का सारा घाट घुमा के लगेगा। बिल्कुल अच्छा रहेगा, नेचुरल। हाँ पहली बार है, 2 साल में बहुत चेंज हुआ। 2021 में 24 में बहुत अंतर आया, अराउंड हाफ एन आवर। രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനായിരങ്ങൾ ദിനം പ്രതി വന്നു മടങ്ങുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് നാട്ടുകാർക്കുണ്ടാക്കുന്ന ഉണർവ് സകല മേഖലകളിലും കാണാം. 22-ലെ വലിയ ചടങ്ങിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ് അയോധ്യ. വിനോദസഞ്ചാര മേഖലയിലും വലിയ കുതിപ്പാണ് അയോധ്യ പ്രതീക്ഷിക്കുന്നത്. കാരണം 22-ന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രം കാണാനെത്തുന്ന സഞ്ചാരികളിൽ അവർ വല്ലാതെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ടൂറിസത്തിന്റെ ഓരോ മേഖലയിലും ഈ തൊട്ടുപുറകിൽ കാണുന്ന ബോട്ടിംഗ് രംഗത്തായാലും മറ്റ് വിനോദസഞ്ചാര മേഖലയിലെ മറ്റു തലങ്ങളിലായാലും ഒക്കെ അയോധ്യയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു ഇവിടുത്തെ നാട്ടുകാർ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, സരയൂ നദീതീരം. ചോളങ്ങൾ കൊണ്ട് രാമക്ഷേത്രത്തിന്റെ മാതൃക നിർമ്മിച്ചിരിക്കുകയാണ് കർണാടകയിലെ ഒരു കൂട്ടം കർഷകർ. രാമഭക്തരായ കർഷകർ അയോധ്യയിലെത്തി രാമക്ഷേത്രം കാണണമെന്ന ആഗ്രഹമുള്ളവർ കൂടിയാണ്. 7000 ചോളങ്ങൾ കൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ ഈ മാതൃക നിർമ്മിച്ചിരിക്കുന്നത്. 10 ദിവസമെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രാൺ പ്രതിഷ്ഠാദിനമായ 22 വരെ ക്ഷേത്ര മാതൃക ಪಾಡತ್ತು വെച്ച് പൂജിക്കും. ರಾಮ ಮಂದಿರ ಉದ್ಘಾಟನೆ ಆಗ್ತಿರೋ ಸಮಯದಲ್ಲಿ ನಾವೊಂದು ರಾಮ ಮಂದಿರ ನಾವು ಈ ಭಾಗದಲ್ಲಿ ಕಟ್ಟಿ ಒಂದು ತೋರಿಸಿ ಒಂದು ಈ ಭಾಗದ ರೈತರ ದರ್ಶನ ಮಾಡಿಸ್ಬೇಕು ಅನ್ನೋ ಒಂದು ಉದ್ದೇಶ ಇಟ್ಕೊಂಡು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಮೆಕ್ಕೆಜೋಳ ಮುಖಾಂತರ ನಾವು ಮಾಡಿದ್ದೀವಿ. ಮೊನ್ನೇದಾಗಿ ಈ ಓಜನಹಳ್ಳಿ ಗ್ರಾಮದಲ್ಲಿ ಮಾಡಬೇಕಾದ ಕಾರಣ ಇಷ್ಟೇ. ಇದು ಕೂಡ ಕೊಪ್ಪಳ ಜಿಲ್ಲೆಯಲ್ಲಿ ಬರೋದ್ರಿಂದ ಕೊಪ್ಪಳ ಜಿಲ್ಲೆಯಲ್ಲಿ ಹನುಮನ ಒಂದು ಜನ್ಮಸ್ಥಳ. ಆ ಹನುಮ ಮತ್ತು ರಾಮನ ಭಕ್ತನಾಗಿರೋದ್ರಿಂದ ಈ ಭಾಗದಲ್ಲಿ ಮಾಡಿದ್ರೆ ಬಹಳ ಶ್ರೇಷ್ಠವಾದ ಜಾಗ ಅಂತ ತಿಳ್ಕೊಂಡು ನಾವು ಓಜನಹಳ್ಳಿ ಗ್ರಾಮದಲ್ಲಿ ಸುಮಾರು 10 ದಿವಸದಿಂದ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಪ್ರಾರಂಭ ಮಾಡಿದ್ವಿ. കർണാടകയിലെ കൊപ്പാൽ എന്ന ഗ്രാമത്തിലെ ചോളം കർഷകരാണ് ഈ നിർമ്മാണത്തിന് പിന്നിൽ. കൊപ്പാൽ ഹനുമാന്റെ ജന്മസ്ഥലമാണെന്നാണ് വിശ്വാസം. അയോധ്യയിൽ നേരിട്ടെത്താൻ പറ്റാത്ത ഗ്രാമവാസികൾക്ക് ഈ മാതൃകാ ക്ഷേത്രം കണ്ട് തൊഴുതു മടങ്ങാമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിലെ രാമക്ഷേത്രങ്ങളിലൂടെ നാലമ്പല ദർശനത്തിന് പ്രസിദ്ധമാണ് കോട്ടയം രാമപുരം. വളരെ ചെറിയ ദൂരം സഞ്ചരിച്ചാൽ തന്നെ നാലമ്പലങ്ങളിലും എത്താമെന്നതാണ് പ്രത്യേകത. കേരളത്തിലെ നാലമ്പലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചതോടെ ഈ ക്ഷേത്രങ്ങൾ കൂടുതൽ പ്രസിദ്ധമായി. ശ്രീരാമക്ഷേത്രത്തിന്റെ പേരുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന സ്ഥലം കോട്ടയം ജില്ലയിലെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകത അവിടെ തുടങ്ങുകയാണ്. കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും 12 കിലോമീറ്റർ മാറിയാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ക്ഷേത്രം. ശ്രീരാമൻ ഇവിടെ എത്തിയെന്ന ഐതിഹ്യത്തിലാണ് രാമപ്രതിഷ്ഠ. ആദ്യം ശ്രീരാമനെ, അതായത് മൂത്ത ജ്യേഷ്ഠ സഹോദരനെ തൊഴുതതിന് ശേഷം കൂടപ്പലത്തുള്ള ലക്ഷ്മണസ്വാമി, ഭരതൻ സ്വാമി, ശത്രുഘ്നൻ സ്വാമി വീണ്ടും ജ്യേഷ്ഠ സഹോദരനെ വന്ന് കാണുമ്പോഴാണ് നാലമ്പല ദർശനം പൂർത്തിയാകുന്നത്. കേരളത്തിലെ നാലമ്പലങ്ങളിൽ ഏറ്റവും അടുത്തടുത്തുള്ളത് രാമപുരത്താണ്. കൂടപ്പുലത്ത് ലക്ഷ്മണസ്വാമിയും അമനകരയിൽ ഭരതനും മേദിരിയിൽ ശത്രുഘ്നസ്വാമിയും കുടികൊള്ളുന്നു. രാമപുരത്തെ രാമക്ഷേത്രത്തിൽ തുടങ്ങി രാമക്ഷേത്രത്തിൽ അവസാനിക്കുന്ന രീതിയിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇവിടെ നാലമ്പല ദർശനം പൂർത്തിയാക്കാം. പ്രധാനമന്ത്രിയുടെ സംസാരത്തിൽ കേരളത്തിലെ നാലമ്പല ദർശനത്തിൻ്റെ കാര്യം വന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ നാലമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പഞ്ചായത്തിൽ തന്നെ കേവലം 18 കിലോമീറ്റർ സഞ്ചാരത്തിൽ 4 സഹോദരന്മാരെ തൊഴാന്നുള്ളതാണ് നമ്മുടെ രാമപുരത്തിൻ്റെ പ്രത്യേകത. അതുപോലെ രാമൻ്റെ പേരിലുള്ള പുരമാണ് രാമപുരം. അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിപുലമായ ആഘോഷങ്ങൾക്കാണ് രാമപുരം വേദിയാകുക.
പ്രതിഷ്ഠ തത്സമയം കാണുന്നതിനുള്ള സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ട്. നാലമ്പല ദർശനം എന്നതാണ് കേരളത്തിന്റെ ഒരു അപൂർവത. ഈ അപൂർവത തന്നെയാണ് രാമപുരത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. പൊങ്കലാഘോഷങ്ങൾക്ക് ആവേശം പകർന്ന മധുരയിലെ പരമ്പരാഗത കേന്ദ്രങ്ങളിൽ ജല്ലിക്കെട്ടിന് തുടക്കം. അവണിയാപുരത്താണ് പൊങ്കൽ ദിനമായി ഇന്ന് ജല്ലിക്കെട്ട് നടക്കുന്നത്. 800 കാളകളാണ് അവണിയാപുരത്തെ ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുക. നാളെ പാലമേടും മറ്റന്നാൾ അലങ്കാനല്ലൂരുമാണ് ജല്ലിക്കെട്ട് നടക്കുക. മാലിദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നത് വേഗത്തിലാക്കാൻ ധാരണയായെന്ന് മാലിദ്വീപ് ഭരണകൂടം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പരസ്പരം സഹകരണം കൂട്ടുമെന്ന് മാലിദ്വീപ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം മാലിദ്വീപ് ഇന്ത്യ ഉന്നത സമിതിയിൽ വിശാലമായ ചർച്ച നടന്നെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ചർച്ച നടത്തി. നിലവിലുള്ള സംയുക്ത വികസന പദ്ധതികൾ വേഗത്തിലാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മാലിദ്വീപിലെ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ വ്യോമസേനയുടെ സഹായം തുടരുമെന്നും ഇന്ത്യ പറഞ്ഞു. മാലിദ്വീപ് വിദേശകാര്യ ഉദ്യോഗസ്ഥരും അവിടുത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചയിൽ സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് മാലിദ്വീപ് ആവശ്യമുന്നയിച്ചിരുന്നു. മാർച്ച് 15-നകം പിൻവലിക്കാനാണ് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുബായിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ നടന്ന ചർച്ചയിൽ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നു. മാസപ്പടി കേസ് LDF UDF സംയുക്ത അഴിമതിയാണെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വീണാ വിജയന് മാത്രമല്ല, മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഇബ്രാഹിം കുട്ടിക്കുമെല്ലാം പണം കിട്ടിയിട്ടുണ്ട്. പണം വാങ്ങിയ എല്ലാവരും മറുപടി പറയണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വീണയുടെ കാര്യത്തിൽ 1,72,00,000 രൂപ കണക്കിൽപ്പെടുന്ന കാശ് ഈ കമ്പനി കൊടുത്തിട്ടുണ്ട്. കണക്കിൽപ്പെടാത്തത് എത്രയുണ്ട് എന്നുള്ളതാണ് അറിയാനുള്ളത്. അത് പിണറായി വിജയനും കിട്ടിയിട്ടുണ്ട്, ചെന്നിത്തലയ്ക്കും കിട്ടിയിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിക്കും കിട്ടിയിട്ടുണ്ട്, ഉമ്മൻചാണ്ടിക്കും കിട്ടിയിട്ടുണ്ട്, അതുപോലുള്ള പ്രമുഖരായിട്ടുള്ള LDF UDF നേതാക്കന്മാർ കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് അവർ മറുപടി പറയേണ്ടത്. LDFന്റെ നേതാക്കന്മാരെ പ്രതിക്കൂട്ടിലാക്കാൻ, മുഖ്യമന്ത്രിയെ അടക്കം പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന ഈ കേസിൽ നിയമസഭയിൽ VD സതീശനാണ് ഒത്തുകളിച്ചത്. VD സതീശൻ ഈ കേസ് ഒരു ചർച്ച പോലും ആവരുതെന്ന് വിചാരിച്ചു. എന്താ കാരണം? UDFന്റെ ഉന്നത നേതാക്കന്മാർ ഇതിൽ പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ LDFും UDFും ചേർന്ന് നടത്തിയ ഒരു അഴിമതിയാണിത്. അതുകൊണ്ട് അത് അന്വേഷിച്ച് സത്യം പുറത്തു വരണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അന്വേഷിക്കണം. അതാണ് ഇപ്പോൾ സത്യം. കെ-ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് AJ ദേശായി അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. പദ്ധതിയിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്. കരാറുകളിലടക്കം വലിയ അഴിമതിയുണ്ട്. ശാസ്ത്രീയമായി എങ്ങനെ അഴിമതി നടത്താമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ-ഫോൺ എന്നും പ്രതിപക്ഷ നേതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. AI ക്യാമറ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി VD സതീശനും ചെന്നിത്തലയും നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ നീക്കം. പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത് ഇടുക്കി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 5 മാസത്തെ പെൻഷൻ മുടങ്ങിയെന്നാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആക്ഷേപം. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും വിശദീകരണം തേടി. പെൻഷന് വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മധ്യ സെസ് പിരിക്കുന്നുണ്ട്. ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ്. പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം. ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുത് എന്നുമാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആവശ്യം. CMRL എക്സാലോജിക് ഇടപാട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര ഏജൻസി സമയം തേടിയ സാഹചര്യത്തിലാണ് ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. അഭിഭാഷകനായ ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ഇതേ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മറ്റൊരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. കാലപ്പഴക്കം കൊണ്ട് ശോചനീയാവസ്ഥയിലായ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് ശ്യാമബോക്ഷമാകുന്നു. വൈറ്റില മൊബിലിറ്റി ഹബിന്റെ മാതൃകയിലാണ് നവീകരണം. 12 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം തുടക്കമാകും. മഴക്കാലമായാൽ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ നരകതുല്യമാണ്.
യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ദുരിത ജീവിതം വാർത്തകളിൽ നിറയുമ്പോഴും പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗമാണ് പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തിയത്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ നിർദ്ദിഷ്ട സ്ഥലം വൈറ്റില മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റിക്ക് ഉടമസ്ഥാവകാശമില്ലാതെ കൈവശാവകാശത്തോടെ നൽകും. മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 20 ദിവസത്തിനുള്ളിൽ DPR തയ്യാറാക്കും. 29-ന് തിരുവനന്തപുരത്ത് വെച്ച് സ്മാർട്ട് സിറ്റിയും അതുപോലെ KSRTC മൊബിലിറ്റി ഹബ്ബ് ഇവരുടെ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് MOU ഒപ്പുവയ്ക്കാമെന്നാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയണമെന്നാണ് കണ്ടിട്ടുള്ളത്. സ്മാർട്ട് സിറ്റിയുടെ പദ്ധതി കൂടി ആയതുകൊണ്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനവും ഇതോടൊപ്പം തന്നെ ക്രമീകരിക്കുന്നുണ്ട്. KSRTC ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും കയറാൻ കഴിയുന്ന മൊബിലിറ്റി ഹബിന്റെ അതേ മാതൃകയിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാന കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ന്യൂസ് 18 കൊച്ചി. വയനാട് മൂടക്കൊല്ലിയിലെ ഫാമിൽ നിന്നും പന്നികളെ പിടികൂടിയ കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു. വനംവകുപ്പിന്റെ ഡേറ്റാബേസിൽ ഉൾപ്പെട്ട WWL39 എന്ന കടുവയാണ് മേഖലയിൽ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഫാമിലെത്തിയ കടുവ 5 പന്നികളെയാണ് ആക്രമിച്ചു കൊന്നത്. ഈ മാസം 6-ാം തീയതിയാണ് വാഗേരിയിൽ ഭീതി പടർത്തി വീണ്ടും കടുവ എത്തിയത്. മൂടക്കൊല്ലിയിലെ ഫാമിലെത്തിയ കടുവ 20 പന്നികളെ ആക്രമിച്ചു. കടുവയ്ക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വനം വകുപ്പ് സ്ഥാപിച്ച കൂടിനു സമീപത്താണ് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും കടുവ എത്തിയത്. ഇത്തവണ 5 പന്നികളെ കടുവ പിടികൂടി. ക്യാമറയിൽ പതിഞ്ഞ കടുവയുടെ ദൃശ്യങ്ങളിൽ നിന്ന് വനം വകുപ്പിന്റെ ഡേറ്റാബേസിൽ ഉൾപ്പെട്ട WWL39 എന്ന പെൺകടുവയാണിതെന്ന് തിരിച്ചറിഞ്ഞു. ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മേഖലയിൽ മറ്റൊരു കൂടുകൂടി സ്ഥാപിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് 18 വയനാട്. കൊച്ചിയിൽ നടക്കുന്ന ബാംബു ഫെസ്റ്റ് വ്യത്യസ്തകൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി 400ഓളം കരകൗശല തൊഴിലാളികളും സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളും ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. മുള കൊണ്ടും മുള അധിഷ്ഠിതമായും എന്തെല്ലാം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമാണ് ഈ കാഴ്ചകൾ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മൈതാനത്ത് നടക്കുന്ന സംസ്ഥാന ബാംബു മിഷൻ പ്രദർശനം കൗതുകങ്ങളുടെ കലവറയാണ്. മുള കൊണ്ടുള്ള പൂക്കൾ മുതൽ ഫർണിച്ചർ വരെ നീളുന്ന നിര, മുളയരി, മുളക്കൂമ്പ് എന്നിവയിൽ നിർമ്മിച്ച വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ, ഇതെല്ലാം സന്ദർശകർക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്നു. മുള കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികൾ തത്സമയം മനസ്സിലാക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും വിപണന സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനും മേളയിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. ഈ ഫെസ്റ്റിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ, ജപ്പാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുകൂടാതെ കേരളത്തിൽ നിന്ന് 350 പരം ആർട്ടിസാൻസും കേരളത്തിന്റെ പുറത്ത് 12 സംസ്ഥാനങ്ങളിൽ നിന്നായി 75ഓളം ആർട്ടിസാൻസും പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇവിടെ ഒരു പ്രോഡക്റ്റ് ഗാലറി ഉണ്ട്. എല്ലാ വർഷവും സംസ്ഥാന ബാംബു മിഷൻ ഈ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് NID-യുമായി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ബാംഗ്ലൂരുമായി സഹകരിച്ചൊരു ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാ വർഷവും നടത്തും. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും 10-100 പ്രോഡക്ട്സ് പുതിയത് ബാംബുവിൽ നമ്മൾ നിർമ്മിക്കാറുണ്ട്. അതും ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ബാംബു മിഷൻ പരിശീലകർ രൂപകൽപ്പന ചെയ്ത വിവിധ കരകൗശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബാംബു ഗാലറിയും വൈകുന്നേരങ്ങളിലെ മുളവാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കലാ സാംസ്കാരിക പരിപാടികളും മേളയെ കൂടുതൽ ആകർഷകമാക്കുന്നു. ബാംബു ഫെസ്റ്റ് 17-ന് സമാപിക്കും. ന്യൂസ് 18 കൊച്ചി. പ്രഭാത കേരളം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ